ഇതെന്താ ഉപ്പുമാവോ? ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് കണ്ടോളൂ ഗൈസ്, ഉപ്പുമാവായി. എന്താണല്ലോ വെച്ചത്? ഏകദേശം കൊളായിക്കണ്. കയ്യിലൊന്നും ശരിയല്ല, ചട്ടി ശരിയല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. പിറ്റ വെച്ച് വരുന്നുള്ളൂ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നോമ്പൊക്കെ ആയിട്ട് എല്ലാവരും നല്ല ക്ഷീണത്തിലാണെന്ന് അറിയാം. നെയ്നൊക്കെ നല്ല ക്ഷീണത്തിലാണ്, ഞാനും നല്ല ക്ഷീണത്തിലാണ്. അപ്പോൾ പകലൊന്നും വീഡിയോ ചെയ്യാനുള്ള ഒരു ഉഷാറില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ രാത്രി ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ കിച്ചണിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയുണ്ടാവും ഇന്നത്തേത് എന്തായാലും ഒരു ഫുഡ് ബ്ലോഗ് അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി ലൈഫ് ആ റേഞ്ചിലാണ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളൊരു ഫുഡ് ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ വെച്ചിരുന്നു. ഇതൊക്കെ കട്ട് ചെയ്യണം, ഒന്ന് ഉഷാറാക്കി ഒരു പരുവത്തിലാക്കി എടുത്തിട്ട് വേണം നെയ്നുവിന് ഇന്ന് ഫസ്റ്റ് ആയിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. നെയ്നു റീൽസിലോ എങ്ങനെയോ കണ്ടിട്ട് ഒരു ഫ്രൈഡ് റൈസ് കണ്ടിട്ട് നമുക്ക് ഇന്ന് അതൊന്ന് ട്രൈ ചെയ്യണമെന്നാണ്. എന്നോട് എന്തൊക്കെയോ സാധനങ്ങൾ പറഞ്ഞു വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. വാങ്ങിക്കൊണ്ടുവന്നൊക്കെ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ ഫുഡ് ബ്ലോഗിലേക്ക് പോകാം. യെസ്, എനിക്കിവിടെ കത്തിയൊക്കെ മുമ്പിൽ വെച്ചിരുന്നു, പക്ഷെ എന്ത് ചെയ്യേണ്ടതെന്ന് മാത്രമൊന്നുമില്ല. എങ്ങനെ എന്താ ചെയ്യേണ്ടത്? ക്യാപ്സിക്കൻ ചെറുതാക്കി അരിയണ, കുഞ്ഞുകുഞ്ഞ ഇത് കഴിക്കോ? അപ്പോൾ ഞാൻ കഴുകുന്നു. കഴുകിട്ടല്ല അരിയ. അല്ല, ബാക്കിയുള്ളതൊന്നും അരിഞ്ഞിട്ട് കഴുകേണ്ടതാണ്. അപ്പൊ ഞാൻ കൂടുതൽ മറന്നു പോയതാണ്. ഗൈസ്, വീഡിയോ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ട്രൈപോഡ് പൊട്ടിപ്പോയി. ഗൈസ്, പൊട്ടിപ്പോയി. ഇനി വേറെ വാങ്ങണം നാളെ. എന്തായി ഫുഡ്? പാളിപ്പോയി എൻ്റെ ഭക്ഷണം. ഇതെന്താ ഉപ്പുമാവോ? ഗൈസ്, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് കണ്ടോളൂ ഗൈസ്, ഉപ്പുമാവായി. ഇതൊന്നല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത് കേട്ടോ. വേറെ വീഡിയോ കണ്ടപ്പോൾ അടിപൊളി ഇനിയില്ലേ? വീഡിയോയിൽ ഒരു അടിപൊളിയായിട്ട് ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. പിറ്റ വെച്ച് വരുന്നുള്ളൂ. കല്യാണത്തിന് മുന്നേ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. ഒന്ന് കരഞ്ഞു കാണിച്ചു കൊടുക്കോ ചിരിച്ചിനീന് നേരം? എനിക്കറിയാം, എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല, അതുകൊണ്ട് വിഷമല്ല. എന്നാലും ഇപ്പൊ പരിച്ചക്ക് ഞാൻ ഉപ്പുമാവ് വന്നിട്ട് വരുമല്ലോ പഠിച്ചേനെ. ഉപ്പുമാവ് ബിരിയാണി അതെ. അല്ല, ഉപ്പുമാവ് ഇത് ഫ്രൈഡ് റൈസ് ആണല്ലോ. ഞാൻ ചില്ലി സോസ് വെക്കട്ടെ? എന്താണല്ലോ വെച്ചത്? ഏകദേശം കൊളായിക്കണ്. ഞാനും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒന്നാമത് എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ ഇപ്പൊ പഠിച്ചു വരും. കല്യാണത്തിന് ശേഷം മാറി താമസിക്കാൻ തുടങ്ങിയിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തന്നെ അറിയുന്നത്. ചായ വരെ അല്ലേ? ചായ ഒക്കെ അറിയാം. ഗൈസ്, ഇത് എന്തോന്നടേ ഇത്? എന്തായാലും കൊളായിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ചെറിയ പരീക്ഷണങ്ങളും കൂടി ചെയ്ത് നോക്കാന്നാണ് നെയ്ന് പറയണത്. അതിനുവേണ്ടി കുറച്ച് ചില്ലി സോസ് വെച്ചിരിക്കണം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ ചില്ലി സോസ് ഒന്ന് കഴിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് വാങ്ങി കഴിക്കുന്ന സമയത്ത്, ഞാൻ അവിടെ ഹോട്ടലിനൊക്കെ വാങ്ങി കഴിക്കുന്ന സമയത്ത് ചില്ലി സോസും ടൊമാറ്റോ സോസും ഒക്കെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല രസമാണ്. ഈ കയ്യിലൊന്നും
ശരിയല്ല, ചട്ടിയും ശരിയല്ല. അതാ ഇതൊക്കെ പോണം. കഴിക്കണില്ലേ കഴിക്കാം. ഗൈസ്? അപ്പം ഞങ്ങൾ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. ഇന്നത്തെ നോമ്പിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഇനി പഠിച്ചതിനറിയത് തിന്ന് കഴിയണം. രസമുണ്ട്. ഞാൻ ഫ്രൈഡ് റൈസിന്റെ ടേസ്റ്റ് ഉണ്ട്. ഒരൊറ്റ പ്രശ്നം, ഇത് പറ്റിയെന്താന്ന് വെച്ച് കഴിഞ്ഞാല് റൈസ് വന്നുപോയി. റൈസ് കുറച്ച് ഓവറായിട്ട് വന്നു. റൈസ് ഇത് തുടക്കം റൈസ് കണ്ടപ്പോൾ തന്നെ അത് ഉറപ്പാണ് ഇത് പായസം പോലെ കഴിക്കുന്നത്. റൈസ് കുറച്ച് ഹാഫ് വേവ് ആണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി ആയില്ലേ? റൈസ് ശരിക്ക് ഞാൻ കുക്കറിൽ ഒരു വിസിൽ വരുന്ന വേറെ ഇതാക്കി. ബസ്മതി റൈസും കൂടി അല്ലേ, ഒരു 10-15 മിനിറ്റ് ജസ്റ്റ് കുക്കാക്കിയാൽ മതിയായിരുന്നു. അവിടെയാണ് അബദ്ധം വന്നത്. മൊത്തത്തിൽ അബദ്ധമായി പോയി. കാര്യമില്ല, അങ്ങനെയൊക്കെയല്ലേ പഠിച്ചിരുന്നു. നീ കഴിച്ചോ? ബാങ്കെടുക്കുന്നതിന് മുമ്പ് തിന്ന് തീർക്കണം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ തന്നെയുള്ള ഞങ്ങളെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇടയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ.